പാലകുറുമ്പക്കുന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി നാമജപയാത്രയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. കുമ്മനം രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലകുറുമ്പ കുന്നിന്റെ ഒരു ഭാഗത്ത് കുന്നിടിക്കൽ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. കുന്നിടിക്കൽ പാലകുറുമ്പ ക്ഷേത്രത്തിന്റെ മേൽക്കോട്ടയ്ക്കും തീർത്ഥജല ഉറവയ്ക്കും നാശമുണ്ടാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കുന്നിടിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഒത്താശ ചെയ്യുന്നുവെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് സംഘം പരാതി നൽകി. പാലകുറുമ്പ ക്ഷേത്ര സമീപത്തു നിന്നും ആരംഭിച്ച നാമജപയാത്ര ഒളവണ്ണ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണയോടെ സമാപിച്ചു. ഏത് ക്ഷേത്രത്തിൽ പോയാലും പക്ഷേ ഒരു കിണറായിരിക്കാം, ഒരു കുളമായിരിക്കാം, ഒരു പുഴയായിരിക്കാം, ഏത് വിധത്തിലൊരു ജലസ്രോതസ്, ഒരു തീർത്ഥ ജലസ്രോതസ് ഉണ്ടാകും. അതൊരു മഹാക്ഷേത്രത്തിൻ്റെ ലക്ഷണമാണ്. അതുണ്ടാവുക എന്ന് പറയുന്നതോടുകൂടി ആ ക്ഷേത്രത്തിലെ ഭക്തജന പ്രവാഹം അതെവിടെയുമുണ്ട്. ഈ ക്ഷേത്രം മഹത്തരമാകുന്നതും ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങളെ ആകർഷിക്കപ്പെടുന്നതും എല്ലാം ഈ ദേവിയുടെ സാന്നിധ്യം ഓരോ ദിവസം ചെല്ലുന്തോറും അത് ശക്തിപ്പെട്ടു വരുന്നതുകൊണ്ടാണ്. ആ സാന്നിധ്യം ശക്തിപ്പെടുന്നതിന് കാരണം പലതാണ്. ഒന്ന്, പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ. അവിടെ യാതൊരുവിധ ധ്വംസനവും പോറലും തകർക്കലും കൊണ്ടാണ് അത് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ക്ഷേത്രം നമുക്കറിയാം, ആലായാലൊരു തറ വേണം, അടുത്തൊരു അമ്പലം വേണം, അതിനടുത്തൊരു കുളം വേണം. ഇത് നമ്മൾക്ക് പാടി പഴകിയ പാട്ടാണ്. അതിൻ്റെ അർത്ഥമെന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ഈശ്വരീയമായ മൂലസ്ഥാനമായി മാറുന്നത് ക്ഷേത്രമാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, തപസ്സനുഷ്ഠിക്കുന്നത്, നിരന്തരമായ സാധന ഉപാസന ചെയ്യുന്നത് അവിടെയാണ്. അതുകൊണ്ട് അതൊരു വലിയ ഒരു പവർ ഹൗസായി മാറി. അവിടേക്ക് വരുന്നവരിലേക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നത് അവിടുത്തെ തീർത്ഥം, അവിടുത്തെ ആല്, അവിടുത്തെ മരം, അവിടുത്തെ കാവ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലം നമുക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ടാണ് മഹർഷീശ്വരന്മാർ വലിയ വലിയ തപസ്സനുഷ്ഠിക്കാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തരുന്നത്. അവിടെ അവർ നാമജപ സാധനയിലൂടെ, ഉപാസനയിലൂടെ ആ പരമമായ സത്യം സത്യത്തിരിക്കാൻ തപസ്സനുഷ്ഠിക്കും. അതിനുള്ള ഇടമായി മാറുകയാണ്. അങ്ങനെയുള്ളൊരു ഇടമാണ് വാസ്തവത്തിൽ ഈ പാലക്കുറുമ്പ ക്ഷേത്രം. എത്രയോ വർഷക്കാരാണ്, എത്രയോ പരിപാവനമാണ്, ചിരപുരാതനമായ ക്ഷേത്രം. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ഒളവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വാസുദേവൻ, സ്വാമിജി ആത്മ ചൈതന്യജി, കെ പി പ്രകാശ് ബാബു, ജയശ്രീ, കയലാട്ട് മാധവൻ, സുധാകരൻ, വിപിൻ തുവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.